നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഇന്ന് വിധിയെഴുതുന്നു. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ഉള്ളിൽ ചങ്കിടിപ്പുണ്ടെങ്കിലും പുറത്ത് വലിയ ആത്മവിശ്വാസമാണ് മൂന്ന് മുന്നണികൾക്കും. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയിരുന്നു. 2,70,49,159 വോട്ടർമാരാണ് ആകെ ഉള്ളത്. 25,231 ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത്. എങ്ങും കനത്ത സുരക്ഷയ്ക്കായി 62 കമ്പനി കേന്ദ്ര സേന അധികമായിട്ടുണ്ട്. കേരളമടക്കം രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ 13 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 88 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കർണാടകയിൽ 14 സീറ്റിലും രാജസ്ഥാനിൽ 13 സീറ്റിലും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ 8 സീറ്റിലും മധ്യപ്രദേശിൽ 7ഇടത്തും അസം, ബീഹാർ എന്നിവിടങ്ങളിൽ 5ഇടത്തും ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3ഇടത്തും ജമ്മു കാശ്മീർ, മണിപ്പൂർ, ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോയിടത്തുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ പോളിംഗ് 80% മുകളിലെത്തിക്കാനാണ് മുന്നണികളുടെ ശ്രമം. 2019 77.67% പോളിംഗ്. വൻപൻ പ്രചാരണത്തിന്റെ ആവേശം പോളിംഗ് മൂലമുണ്ടാകുമെന്നാണ് വിവിധ പാർട്ടികളുടെ പ്രതീക്ഷ. അതേസമയം അവസാന മണിക്കൂറിലും തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. വിട്ടുപോയവരെ ഒരിക്കൽ കൂടി കണ്ടും മണ്ഡലത്തിലെ പ്രമുഖരെ സന്ദർശിച്ചും ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിച്ചും വോട്ടുറപ്പാക്കൽ തുടർന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരത്തിൽ വൻപൻ ജയം പ്രതീക്ഷിക്കുകയാണ് UDF. 10ലേറെ സീറ്റുകളിൽ എതിരാളികൾ പോലും UDF ജയം സമ്മതിക്കുന്നുവെന്നാണ് നേതൃത്വം പറയുന്നത്. കടുത്ത മത്സരങ്ങളുള്ള 3-4 സീറ്റുകളിലും മുന്നിൽ മുന്നണിയെന്ന് അവകാശമുണ്ട്. BJP വിരുദ്ധ വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിനേക്കാൾ ഇടതിനായി ഏകീകരിക്കുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. CAA-യിലൂന്നി മുഖ്യമന്ത്രി നയിച്ച പ്രചാരണം നേട്ടമുണ്ടാക്കിയെന്നാണ് നേതൃത്വം പറയുന്നത്. 2004-ലെ ഇടത് തരംഗത്തിന്റെ ആവർത്തനമുണ്ടാകുമെന്നാണ് അവകാശവാദം. മോദി കേരളത്തിലും സീറ്റ് കൊണ്ടുവരുമെന്നാണ് BJPയുടെ പ്രതീക്ഷ.